1960 ടെക്സാസിൻ്റെ മൂടൽമഞ്ഞുള്ള കൺട്രി സൈഡിൽ ഒരു കാലത്ത് ആഡംബരമായിരുന്നു ഇന്ന് ഇടിഞ്ഞ് നിലംപതിച്ചു പോയ ഫാം ഹൗസ്. 4 വർഷമായി ഇത് ഉപേക്ഷിക്കപ്പെട്ടിട്ട്. മാർത്ത എന്ന യുവതി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിനു ശേഷം അവിടേക്ക് താമസിക്കാനെത്തി. മൂടൽമഞ്ഞിനുള്ളിൽ വീട് ശൂന്യമായി തോന്നിയെങ്കിലും അത് ശൂന്യമായിരുന്നില്ല. അകത്തേക്ക് കയറിയപ്പോൾ പഴയ വാതിൽ സ്വന്തം കൈകളാൽ അടഞ്ഞില്ല. മുറികൾ കനല് പോലെ ശാന്തം, മതിലുകളിൽ കറുത്ത കറകൾ, ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയാത്തത്. രാത്രിയിൽ വീടിൻ്റെ പുറകുവശത്ത് ഒരു സ്ത്രീയുടെ രൂപം മാർത്ത കണ്ടു, കൂടെ ഒരു ചെറിയ കുട്ടിയും. പക്ഷേ മാർത്തക്കറിയാമായിരുന്നു തൻ്റെ വീടിൻ്റെ പരിസരത്ത് മറ്റൊരു വീടോ മനുഷ്യരോ ഇല്ല എന്ന്. പെട്ടെന്ന് അടുക്കളയിൽ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്ന പഴയ റെക്കോർഡ് പ്ലെയർ തനിയെ പാടാൻ തുടങ്ങി. മാർത്തയുടെ കണ്ണുകൾ അന്ധകാരം കൊണ്ട് മൂടി, കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. വീടിൻ്റെ അകത്തെ വെളിച്ചം പതിയെ ഇരുട്ടായി മാറി. വീട് അവളെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. കുട്ടിയുടെ കരച്ചിൽ മാർത്തയുടെ ചെവികളിൽ തുളക്കാൻ തുടങ്ങി. നിയൽ അവളുടെ അടുത്തേക്ക് വരുന്നതായി അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ മാർത്തയുടെ മാതാപിതാക്കൾ അവളെ കാണാൻ എത്തിയെങ്കിലും ആ വീട്ടിൽ അവർ കണ്ടത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. വീടിൻ്റെ മുകൾ നിലയിലെ ബെഡ്റൂമിൽ ഒരു വയസ്സൻ സ്ത്രീ തൂങ്ങി മരിച്ചതിനെ. വയസ്സൻ സ്ത്രീ ആരായിരുന്നുവെന്നോ മാർത്തയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നും രാത്രി ആ വീടിനുള്ളിൽ നിന്ന് ആ പഴയ പാട്ട് വീണ്ടും കേൾക്കാൻ തുടങ്ങി, മാർത്തയുടെ ശബ്ദത്തിൽ.